ഞാനൊരു സാധാരണക്കാരനാണ്. സ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്ക് വരാനും ഇതിൻ്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാനും എനിക്ക് ആദ്യമേ പ്രചോദനമായത് എൻ്റെ ഫാദർ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള, എൻ്റെ കുടുംബം അനുഭവിച്ചിട്ടുള്ള, ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒത്തിരി പ്രയാസങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും. അന്നൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു സംവിധാനങ്ങളില്ല. ആ ഒരു പോരായ്മ അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ നമ്മൾ കൂടുതൽ ജനങ്ങൾക്ക് എത്തിച്ച് നമ്മൾ അനുഭവിച്ച ആ ഒരു പ്രയാസങ്ങൾ മറ്റൊരു ആളുകൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ഇതിൻ്റെ തുടക്കം മുതൽ ഈ ഒരു നിമിഷം വരെ എന്നെ ഇതിലേക്ക് പിടിച്ചു നിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ അത് എല്ലാ നാടുകളിലുണ്ട്, എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. നമ്മുടെ കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നുണ്ട്, സർക്കാരിൻ്റെ പാലിയേറ്റീവുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ രോഗികളോടുള്ള ആ പ്രതിബദ്ധത, സമൂഹത്തിന് കിടപ്പിലായവരോട് ചെയ്യാനുള്ള ആ ബാധ്യത എന്താണോ അത് നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഈ ഒരു പ്രയാണത്തിനിടയ്ക്ക് നമുക്കൊത്തിരി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ മനസ്സിനെ പിടിച്ച് കുലുക്കിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടെ നമുക്കൊരു പരിഹാരം കാണണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് സ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് 4th സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു കെയർ ഹോം നിർമ്മിക്കുന്നത്. ഈ കെയർ ഹോം നിർമ്മിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത്, കേരളത്തിലെ മറ്റു പാലിയേറ്റീവുകൾ ഇതുപോലെ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് മാതൃകയാക്കണം എന്നുള്ള രൂപത്തിൽ ഈ 14 ജില്ലകളും ഞങ്ങൾ അന്വേഷിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സംവിധാനങ്ങൾ വെച്ച് നമ്മൾ അന്വേഷിച്ചതിൽ എവിടെയും ഇതുപോലൊരു സംവിധാനം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ 4th സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഒന്ന്, അവരെ വീട്ടിൽ പരിചരിക്കാൻ വളരെ പ്രയാസമാണ്. ഇനി നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണ്ട, അവരവിടെ എടുക്കുന്നില്ല, നിങ്ങൾക്ക് ഇനി ട്രീറ്റ്മെൻ്റ് ഇല്ല, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, അങ്ങോട്ട് തിരിച്ച് വരണ്ട എന്ന് പറഞ്ഞ് വേദന സംഹാരികൾ മാത്രം കൊടുത്ത് അവരെ വീട്ടിലേക്ക് യാത്ര അയക്കുമ്പോൾ ഈ വീടുകളിലെത്തി അവർക്ക് അവിടെ കിടക്കാൻ വളരെ പ്രയാസമാണ്. 90% ആളുകളും വീട്ടിലൊരു സൗകര്യമില്ലാത്ത ആളുകളായിരിക്കും എന്നുള്ളതാണ്. അവരുടെ ആ ഒരു കരച്ചിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ വീട്ടിലെ മറ്റു കുട്ടികൾക്കൊരു TV പോലും ഓണാക്കാൻ പറ്റില്ല. പക്ഷേ കുട്ടികളതൊക്കെ ഓണാക്കുന്ന സമയത്ത് ഈ വേദന വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ. നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കൊരു പല്ലുവേദന വന്നു, ആ സമയത്ത് നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ അടുത്തേക്ക് വരുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പം റെഗുലറായിട്ട് ഈ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അതൊരു വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു TV ഓഫാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുടുംബത്തിൽ പ്രശ്നങ്ങളായി. കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കും, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് സ്വയമേ പ്രാർത്ഥിച്ച് പോകുന്നൊരവസ്ഥയിലേക്കാണ് ഉള്ളത്. ഇതുപോലെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരിക്കൽ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ, എൻ്റെ ഒരു റിലേറ്റീവ് ഹോസ്പിറ്റലുണ്ടായിരുന്നു, ICUവിലാണ്. അപ്പോൾ അവരെ നോക്കുന്ന സമയത്ത് ആ ICUവിൻ്റെ മുന്നിൽ നിന്നൊരു സ്ത്രീ അതിൻ്റെ അകത്തേക്ക് മുന്നിൽ പോയി സിസ്റ്ററോട്, സിസ്റ്ററെ ഒന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറയും. സിസ്റ്റർ പറ്റൂല എന്ന് പറയും, സമയം അനുവദിക്കില്ല എന്ന് പറയും. പലതവണ ആവർത്തിച്ചപ്പോൾ സിസ്റ്റർ ഇവരെ തള്ളി പുറത്താക്കിയിട്ട് പറഞ്ഞു, ഇവിടെ CC ക്യാമറ ഉണ്ട്, കാണിച്ചു തരാൻ പറ്റില്ല. ഏതാണ്ടൊരു അരമണിക്കൂറിനടുത്തായ സമയത്ത് സിസ്റ്റർ പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഇവരെ കൂടെയുള്ള ആണുങ്ങൾ ആരെങ്കിലും അകത്തേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചെന്ന് അവർ കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. അപ്പോഴേക്ക് ഈ സ്ത്രീയുടെ ഭർത്താവ് അതിനുള്ളിൽ മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആ സ്ത്രീയെ ഒരു ഏകദേശം പ്രായം വെച്ച് നോക്കുമ്പോൾ അതൊരു 60 വയസ്സിന് താഴോട്ടൊക്കെ ആയിരിക്കും ഈ ഭർത്താവിന് പ്രായം ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് അറിഞ്ഞ് ഈ സ്ത്രീ അടുത്ത് നിൽക്കുന്ന തന്നെ ഞങ്ങൾ ഒരു പരിചയമില്ല, എൻ്റെ മാറത്ത് പിടിക്കുകയും എൻ്റെ നെഞ്ചത്ത് ഇട്ടിരിക്കുകയും അങ്ങനെ ബോധരഹിതമായി വീഴുകയൊക്കെ ചെയ്തു. പിന്നീട് നമ്മൾ വെള്ളമൊക്കെ കുടഞ്ഞ് അതിന് ബോധമൊക്കെ ഇതാക്കി വന്നതിന് ശേഷം ഞാൻ അന്വേഷിച്ചു ആരായിരുന്നു ഉള്ളിൽ. അപ്പോൾ ആ കൂടെയുള്ള ആൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭർത്താവാണ് ഉള്ളിൽ. അപ്പോൾ അവർ 4th സ്റ്റേജ് കഴിഞ്ഞ് വീട്ടിൽ പരിചരിക്കാൻ പറ്റാതെ, അവിടെ കിടത്താൻ പറ്റാത്തതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കിയതാണ്. പക്ഷേ അയാളെ അവസാന നിമിഷം ആ ഭർത്താവിനെ ഒന്ന് കാണാൻ അവർക്ക് അവസരം കിട്ടിയില്ല എന്നുള്ളതാണ്. ഇവർക്ക് അവസരം കിട്ടിയില്ല. ആ ഭർത്താവിനും
അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഐസിൽ കിടക്കുന്ന ആരാണോ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല പുറത്തുള്ള എൻ്റെ മക്കളോട് ഭാര്യയോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയണം എന്നുള്ളത്. ഇവർക്ക് അങ്ങോട്ട് പറയാനും ഉണ്ടാവും. പക്ഷേ ഈ ഹോസ്പിറ്റലിൻ്റെ നിയമങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ പോയി കാണാനോ ഒന്നിനും സാധ്യമല്ല. അതുമല്ല മണിക്കൂറും നമ്മൾ ഇവിടേക്ക് ക്യാഷ് ഉണ്ടാക്കി കൊടുക്കും വേണം. ഈ ക്യാഷ് എൻ്റെ മക്കളെങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ഒരു മനപ്രയാസത്തിലായിരിക്കും അതേ രോഗികൾ അവിടെ കിടന്ന് മരണപ്പെട്ടു പോവുക. അന്നേരം അത് ഹോസ്പിറ്റലിൻ്റെ ഒരു നിയമത്തിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങളാണല്ലോ സിസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് അത്ര അത് ഫീൽ ചെയ്തില്ല. പക്ഷെ പിന്നീട് ഒരിക്കൽ ഞങ്ങൾ ഹോം കെയർ പോകുന്ന സമയത്ത് തൊണ്ടയിൽ ക്യാൻസറായിട്ടുള്ളൊരു രോഗി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ആഴ്ചയിൽ 4 ഹോം കെയറാണ് നമ്മളെ പാലിയേറ്റീവ് ഉള്ളത്. പക്ഷേ ഇവർക്ക് വേണ്ടി ഞങ്ങൾ 7 ദിവസം പോയി മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാ ദിവസവും മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കും. ഒരു ദിവസം അവർ വീട്ടിലെ ഭാര്യ പറഞ്ഞു, ഞാൻ പറഞ്ഞു കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു നിങ്ങൾ വേണം ഉണ്ടാക്കിക്കോ, എനിക്കിത് പറ്റൂല, സ്മെല്ല് കൊണ്ട് ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ വയ്യ, ഇവിടെ ഇരിക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ, അത് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു എല്ലാം പറഞ്ഞ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു അനുഭവം ഉണ്ടായി. ഈ സമയത്തൊക്കെ ഈ രോഗി പുറത്തേക്ക് ശബ്ദം വരുന്നില്ലെങ്കിലും ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വെള്ളം ചൂടാക്കി അവനെ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ആ സമയത്ത് ഇറങ്ങാൻ നേരത്ത് ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അപ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ശബ്ദം പുറത്തില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്താ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ അടുത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചെവി അടുത്ത് വെച്ച് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ ഞാൻ ഒന്ന് എഴുന്നേൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ തൂങ്ങി മരിക്കരുതെന്ന് എന്ന് പറഞ്ഞു. ഇതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം, സ്പർശത്തെ സംബന്ധിച്ചിടത്തോളം, വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇന്നും സഹിക്കാൻ പറ്റാത്ത, നമുക്കത് പറയാൻ പറ്റാത്ത അത്രക്കും വലിയൊരു വിഷമമായി അത് മാറി. ആ സമയത്ത് നമ്മൾ അവിടെ പ്രാഥമികമായി ചെയ്തു കൊടുക്കേണ്ട സ്മെല്ല് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞ് അവർ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഈ കുടുംബിനിനെ കാണുന്നില്ല. അപ്പോൾ അവരെ തിരഞ്ഞു നോക്കിയപ്പോൾ അവർ അപ്പുറത്ത് വീട്ടിൻ്റെ പുറകിലിരുന്നിട്ട് അസാധ്യമായിട്ട് കരയാണ്, പൊട്ടി കരയാണ്. അപ്പം നമ്മളവിടെ മനസ്സിലാക്കിയത് ഈ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ആ വീട്ടിലെ പരിമിതി, അവിടുത്തെ സൗകര്യക്കുറവ്, ഇതെല്ലാമാണ് ഇവരെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് നമുക്ക് മനസ്സിലായി. ഉടനെ ഞങ്ങളെ സെക്രട്ടറിയെ വിളിച്ചു. പിറ്റേന്ന് തന്നെ എക്സിക്യൂട്ടീവ് വിളിച്ച് കൂട്ടാൻ പറഞ്ഞു. വിളിച്ചു കൂട്ടി ഇത്തരം ആളുകളെ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ അതിന് മുമ്പേ നമ്മളെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോവാ, അവിടെ നല്ല സൗകര്യമുണ്ട്, അവർക്ക് സ്വസ്ഥമായി അവർക്കൊരു നല്ല മരണം കൊടുക്കാനുള്ള ഒരു സ്ഥാപനം നമ്മൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമുക്ക് വേണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയും നമ്മളെ സഹപ്രവർത്തകർ ആദ്യമൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചു. ഇതൊരു വലിയ കോടികൾ ആവശ്യമുള്ള സംഭവമാണ്, അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്യും, നമ്മൾ ഒത്തുപിടിച്ചാൽ നമ്മളെ കൂടെ ജനങ്ങളില്ലേ, ജനങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ആ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മളെ കമ്മിറ്റി അതിന് തീരുമാനം എടുക്കുകയും അതിനു വേണ്ടി ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുകയും, ആ സമയത്തൊക്കെ കൊറോണ, നോട്ട് നിരോധനം പോലുള്ള സംഭവങ്ങളൊക്കെ ഉള്ള സമയത്താണിത്. എന്നിട്ട് പോലും ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു. 23 സെൻറ്റ് സ്ഥലം നമ്മളെടുത്തു. അതിൽ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു ബിൽഡിങ്ങിന് തുടക്കം കുറിച്ചു. ഇപ്പോഴ് അതിൻ്റെ 3ാം നില വാർക്കാൻ നമ്മൾ തുടങ്ങുകയാണ്. ഈ മാസം തന്നെ അത് വാർത്തിരിക്കും. അപ്പം അത്രയൊക്കെ നമുക്കത് എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരു ആൾ കുടുങ്ങിക്കഴിഞ്ഞാൽ, ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവരെ ജാതി മത ഭേദമന്യേ എല്ലാം മറന്ന്, രാഷ്ട്രീയം മറന്ന് പ്രവർത്തിക്കാൻ നല്ല മനസ്സുള്ള ഒരു കോടിക്കണക്കിന് ജനങ്ങൾ നമ്മളെ ഈ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ അഭിമാനം. എനിക്ക് പറയാനുള്ളത്, എല്ലാ ജില്ലകളിലുള്ള ആളുകളും ഓരോ പാലിയേറ്റീവ് യൂണിറ്റുകളും ഒരു 2 പേരെങ്കിലും കൊണ്ടുവന്ന് ഇത്തരം ആളുകൾക്ക് ഒരു സമാധാനം കൊടുക്കുന്ന ഒരു കെയർ ഹോം നിർമ്മിക്കണമെന്ന് തന്നെയാണ്. ഇപ്പം നമ്മളിപ്പം നിലവിൽ 10 പേർക്കാണ് നമുക്കിവിടെ സൗകര്യം ഏർപ്പെടുത്തുന്നത്. അത് നമുക്ക് ബിൽഡിങ്ങിന് 3 നിലയ്ക്ക് പെർമിഷൻ കിട്ടിയത് കൊണ്ടാണ്. ഇനി കൂടുതൽ സ്ഥലങ്ങളെടുത്തു, കൂടുതൽ ബിൽഡിങ് ഡെവലപ്പ് ചെയ്തു, കൂടുതൽ രോഗികളെ ഇതിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് സാന്ത്വനമേകാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു സ്വഭാവ വിശ്വാസത്തിലാണ് ഇപ്പോഴും സ്പർശം പാലിയേറ്റീവ് ഉള്ളത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ചെറുതും വലുതുമായിട്ടുള്ള ആവുന്ന രൂപത്തിലുള്ള സംഭാവനകൾ ഞങ്ങളെ ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്ന് ഈ പാലിയേറ്റീവ് പ്രസ്ഥാനത്തെ, ഈ ഒരു കെയർ ഹോം പ്രസ്ഥാനത്തെ നിങ്ങൾ വിജയിപ്പിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ നാടുകളിലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇതൊരു ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. എല്ലാ ആളുകളോടും, പ്രത്യേകിച്ച് പാലിയേറ്റീവ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്,
നമ്മൾ ഒരു ഭക്ഷ്യധാന്യ കിറ്റ് കൊടുത്തത് കൊണ്ടോ ഒരു മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് മറ്റ് വാഹന സൗകര്യം ഏർപ്പെടുത്തിയത് കൊണ്ടൊന്നും ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ആ ബാധ്യത ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ വീട്ടിൽ കിടത്താൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ എടുക്കില്ല. ഈ ഒരു സമയത്ത് അവർക്ക് ഒരു നല്ല മരണം കൊടുക്കുന്ന ഒരു ശാന്തമായി കിടക്കാൻ, അവരെ കുടുംബത്തിനൊപ്പം നിൽക്കാൻ, അവരെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ നേരിൽ കാണാൻ ഉള്ളൊരവസരം ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ അവിടെയാണ് ഇത് പൂർണ്ണമാണെന്നാണ് ഞാൻ സ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിശ്വസിക്കുന്നത്.